കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ഉണ്ട് എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, പൗലോസ് പറയുകയാണ്, ദൈവത്തിലുള്ള ആശ്രയം വെച്ചിട്ട്. അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ, വേദനകൾ, കണ്ണുനീരുകൾ, അല്ലെങ്കിൽ തനിക്ക് ഏർപ്പെട്ട നാശനഷ്ടങ്ങൾ എല്ലാം താൻ സഹിച്ചത് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഓർത്തിട്ടാണ് എന്ന്. ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, രക്തം ചിന്തി മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ വീണ്ടും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിലേക്ക് പ്രവേശിച്ച് ഇന്നും ജീവിക്കുന്നത് പോലെ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു കഷ്ടാനുഭവ ദിവസങ്ങൾ കഴിയുമ്പോൾ ക്രിസ്തുവിനോട് കൂടെ ഒരു പ്രവേശനം, മഹത്വത്തിലൊരു പ്രവേശനം ഉണ്ട് എന്ന് അപ്പോസ്തലൻ വിശ്വസിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നും നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ പിറുപിറുക്കാതെ ദൈവത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഈ ലോക ജീവിതം കഴിഞ്ഞാലും നിർബന്ധമായിട്ടും നമുക്കൊരു പ്രവേശനം ദൈവസന്നിധിയിൽ ഉണ്ടാകും. ആയതുകൊണ്ട് നമുക്ക് വരുന്ന ഏത് നഷ്ടവും കഷ്ടവും കർത്താവിനെന്ന പോലെ, കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ കഷ്ടപ്പെട്ടതുപോലെ നാമും അത് സഹിക്കേണ്ട ഒരു കൃപയാണ് നമുക്ക് വേണ്ടത്. ദൈവം അതെല്ലാവർക്കും നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ ദിവസത്തിൽ കർത്താവെ അങ്ങയുടെ ക്രൂശ് മരണവും കർത്താവെ ഉയർത്തെഴുന്നേൽപ്പും പുനരുദ്ധാനവും ഓർത്ത് ദൈവമേ, ഞങ്ങൾ പെടുന്ന കഷ്ടം ഞങ്ങളിൽ നിന്ന് സാരമില്ലെന്ന് എണ്ണുന്നു. കാരണമെന്ന് വെച്ചാൽ ഈ കഷ്ടത്തിൻ്റെ അവസാനം നാമും ഒരു ദിവസം മരിച്ച് അങ്ങയോട് കൂടെ മഹത്വത്തിൽ പ്രവേശിപ്പാൻ, അങ്ങയോടുകൂടെ വസിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ നൽകിയിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.